സ്റ്റേജ് നമ്പർ 1 ഇന്നർ കോർ ഉള്ളിലാണ് നമ്മൾ പണിയെടുക്കുന്നത്, ബേസിലാണ് പണിയെടുക്കുന്നത്. അവിടെ ബെഡ്റോക്ക് ഗോൾസ് അല്ലെങ്കിൽ അടിസ്ഥാനമായ അടിത്തറയായിട്ടുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. 2 ബൗൺസ് ബാക്ക് ഗോൾസ്, ഒരു പ്രശ്നം വന്നാലും എത്രയും വേഗം തിരിച്ചു വരാനുള്ള ആ ഒരു കരുത്ത്, ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ദ കോമ്പീറ്റൻസി സ്റ്റേജ് ആണ്. കോമ്പീറ്റൻസി സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഗോൾ, മൂന്നാമത്തേത് അഡ്വാൻസ്മെന്റ് ഗോൾ ആണ്. നമ്മൾ ഒന്ന് അഡ്വാൻസ് ചെയ്യാൻ, നമ്മുടെ സ്കില്ലാണെങ്കിലും നമ്മുടെ നോളജ് ആണെങ്കിലും നമ്മുടെ ഹാബിറ്റ് ആണെങ്കിലും ഒന്ന് അഡ്വാൻസ് ചെയ്യാൻ, ഒരു പടി മുൻപോട്ട് പോകാനായിട്ടുള്ള എന്തൊക്കെ ഗോളാണ് വേണ്ടതെന്നുള്ളതും. 4 മൈൽ സ്റ്റോൺ ഗോളാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ എന്താണ് ഞാൻ ഇക്കൊല്ലം ചെയ്യാൻ പോണത്, എന്നോട് തന്നെ ഞാൻ മത്സരിച്ച് അടുത്ത തലത്തിലേക്ക് വന്ന മൈൽ സ്റ്റോൺ എന്താണ് ഉണ്ടാക്കാൻ പോണത്. 5 എക്സ്പെർട്ടിസ് ഗോളാണ്. ഞാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും സ്കില്ലുള്ള ഏരിയയിൽ അടുത്ത തലത്തിലേക്ക് പോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇവിടെയാണ് നമ്മുടെ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ഇവിടെ എക്സ്റ്റേണൽ ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. നമ്മളെന്ന മനുഷ്യൻ മറ്റുള്ള ചുറ്റുവട്ടത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. അവിടെ 6 അഡ്വക്കസി ഗോളാണ്. നമ്മളെ കുറിച്ച് ആളുകൾ നല്ലത് പറയാൻ, അല്ലെങ്കിൽ നമ്മളെ ആളുകൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ പെരുമാറാനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെ വാല്യൂസ് വേണം, ഇത് ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കുന്നതാണ് അഡ്വക്കസി ഗോൾ എന്ന് പറയുന്നത്. ദെൻ പേഴ്സണാലിറ്റി ഗോളാണ്. നമ്മുടെ സംസാരമാണെങ്കിലും നമ്മുടെ ഡയലോഗ് ആണെങ്കിലും നമ്മളെ കാണുന്നതാണെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഇതൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രോസസ് ആണ് പേഴ്സണാലിറ്റി ഗോളിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റേജ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ആണ്. കൃത്യമായ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്ന തലത്തിലേക്ക് കടക്കുന്ന ഗോളുകളാണ്. അതിൽ 8ാമതായിട്ട് വരുന്നത് സെൽഫ് ലവ് ഗോൾസ് ആണ്. അവനവനെ തന്നെ അവനവൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു, ആ സ്നേഹം നിറയുന്നു, അത് പവറായി മാറുന്നു, മറ്റുള്ളവർ കൂടി ആ സ്നേഹവും പവറും ഒക്കെ കൊടുക്കാൻ കഴിയുന്നു. ദെൻ 9 ഗിവിംഗ് ബാക്ക് ഗോൾസ് ആണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ അടുത്തും ആളായിട്ടും അർത്ഥമായിട്ടും അറിവായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ് നമ്മൾ ഗിവിംഗ് ബാക്ക് ഗോൾസ് എന്നോട് അർത്ഥമാക്കുന്നത്. 10 ജന്മ ഗോൾസ്. നമ്മുടെ ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ എന്തർത്ഥമാണ് ഉണ്ടാക്കാൻ പോണത് എന്ന് വ്യക്തമായി ക്ലാരിറ്റി ഉണ്ടാക്കുന്നതാണ് ജന്മ ഗോൾസ്. ഈ 10 ഗോളുകളും സെറ്റ് ചെയ്യുന്നത് നമ്മൾ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാനും നമ്മൾ മൂലം ഈ ഒരു നമ്മൾ വന്ന എക്കോസിസ്റ്റത്തിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കാറ് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ കോടികൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ബൈ പ്രൊഡക്ട്സ് ആണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനിലേക്ക് അബണ്ടൻസ്, അവൻ ആഗ്രഹിക്കുന്ന എന്തും അട്രാക്റ്റഡ് ആയിട്ട് വരും. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സീരിയസ് ആയി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ഒരു പ്രോസസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞത് ബേസിക്കലി ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി അതിന് മുമ്പ് അടിത്തറയായിട്ട് കെട്ടേണ്ട 10 പില്ലേഴ്സ് ആണെങ്കിൽ കൃത്യമായ ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഒരു മാഗ്നറ്റിക് ഗോൾ, കാന്തികമായ ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയുള്ള ഗോളുകളാണ് നിലവിലുള്ളത്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഗോള് വേണ്ടത്, ഗോളിനെ എങ്ങനെ വേണം ഒരു ആക്ഷൻ പ്ലാൻ ആക്കി മാറ്റാൻ, ഒരു ഗോളിനെ വെച്ച് എങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കണം, എന്തൊക്കെ അഫർമേഷൻസ് ആണ് ഗോൾ സെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആവശ്യം, ഇങ്ങനെ തുടങ്ങി ഗോളുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടന്റ്സ് ഉള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. 2026 കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ഈ വർക്ക്ഷോപ്പ് നിങ്ങളെ സഹായിക്കും. 1000 രൂപയാണ് ഈ ഒരു വർക്ക്ഷോപ്പിന് പ്രൈസിങ് വരുന്നത്. ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിന് 1000 രൂപ ഒരു വലിയ എമൗണ്ട് അല്ല. ഇഫ് യു ആർ ആൻ ആക്ഷൻ ടേക്കർ, നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജീവിതത്തെ സീരിയസ് ആയി കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്മീഡിയറ്റ് ഗോളാണ് ഈ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. കൃത്യമായ രീതിയിൽ എൻറോൾ ചെയ്യുക. 5 ദിവസം ഡെയിലി ഒരു 20 മിനിറ്റ് വീതം അതിനായി ഡെഡിക്കേറ്റ് ചെയ്യുക. കൃത്യമായ ഇതിൽ പറയുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡ് ഉൾപ്പെടെ ഉണ്ടാക്കി അതിന്റെ മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്ത് ശക്തമായി മുൻപോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഒരു വർക്ക്ഷോപ്പ്, മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്, നിങ്ങളുടെ ലൈഫിലെ വലിയൊരു ട്രാൻസ്ഫോർമേഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നത് തീർച്ചയാണ്. അതിന് ചെയ്യേണ്ടത് നവീൻ ഇൻസ്പയർസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്നും ആ കോഴ്സിൽ എൻറോൾ ചെയ്യുക, കൃത്യമായി 5 ദിവസം അറ്റൻഡ് ചെയ്യുക. ഇത്തരത്തിൽ 2026 കൃത്യമായ ഈ 10 പില്ലേഴ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് വളരെ സക്സസ്ഫുൾ ആയി തന്നെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്നും, അതേപോലെ കൃത്യമായ ഗോളുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി കൂടി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ദയവായി വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓരോ വ്യക്തികൾക്കും ഫ്യൂച്ചർ ട്രാൻസ്ഫോമേഴ്സ് ആയി മാറാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. NK സൈനിങ് ഓഫ്.